നിറങ്ങൾ കൊണ്ടല്ല, പ്രകൃതിയുടെ മണൽത്തരികൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരു അപൂർവ കലാലോകത്തേക്ക് സ്വാഗതം. നമ്മൾ നിത്യവും ചവിട്ടി നടന്നു പോകുന്ന മണൽത്തരികളിൽ ഇത്രമേൽ ജീവൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് ഈ ചിത്രങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക. കേരളത്തിലെ മണൽ ചിത്രകലയുടെ ഉപജ്ഞാതാവും അമരക്കാരനുമായ നേമം കൃഷ്ണൻ നായരുടെ വിരൽത്തുമ്പിൽ വിരിഞ്ഞ അതിശയകരമായ സൃഷ്ടികളിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. ഞാൻ ചെറുപ്പം മുതൽ തന്നെ ചിത്രങ്ങളെല്ലാം വരയ്ക്കുന്ന ഒരു ഇതായിരുന്നു. പിന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ മണൽ ചിത്രങ്ങളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ആദ്യമായിട്ട് സ്കൂളിലേക്ക് കുറച്ച് പടങ്ങൾ ചെയ്യുന്നത്. അതോടുകൂടി അവിടെയുള്ള അധ്യാപകരെല്ലാം എന്നെ ഈ മണൽ ചിത്രങ്ങളെക്കുറിച്ച് എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി നല്ല പ്രോത്സാഹനം തരികയും പിന്നെ അതിനുശേഷം ഞാൻ ചിത്രകല പഠിക്കുകയും ചിത്രകലയിൽ കൂടെ ഈ മണൽ ചിത്രങ്ങൾ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ഈ മണലുകൾ ശേഖരിക്കുന്നതാണ് ഏറ്റവും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സാധാരണ ഞാൻ ബൈക്കിൽ 2 കവർ ഇട്ടിരിക്കും. ആ കവറിൽ എവിടെയെങ്കിലും പുതുതായിട്ടൊരു മണൽ കണ്ടാൽ ആ മണലിനെ കവറിലെടുത്ത് കൊണ്ടുവന്ന് നല്ലവണ്ണം ആദ്യം കഴുകി ഉണക്കി അരിപ്പിൽ കൂടി അരിച്ച് വെള്ള കുപ്പിയിൽ അത് എവിടെ നിന്നാണ് കിട്ടി എന്നുള്ളത് എഴുതി മാർക്ക് ചെയ്ത് വെച്ചിരിക്കും. കാരണം ഈ മണൽ എപ്പോഴെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കുറവ് വന്നാൽ ആ സ്ഥലത്ത് പോയി വീണ്ടും മണൽ എടുക്കാൻ വേണ്ടിയാണ്. ഈ ചിത്രങ്ങൾ സാധാരണ നമ്മൾ ചെയ്യുമ്പോഴേ സാധാരണ ബോർഡിലാണ് ചെയ്തിട്ട് സ്കെച്ച് ഇടുകയും അതിൻ്റെ പുറത്ത് പശ തേച്ചിട്ട് മണലുകൾ വിതറുകയും ചെയ്യുന്നതാണ് പതിവ്. ആ രീതിയിൽ കൂടെയാണ് ഈ മണൽ ചിത്രങ്ങളെല്ലാം ചെയ്തു വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്തിട്ട് തന്നെ 63 വർഷങ്ങളെല്ലാം പിന്നിട്ടു. അതിനുശേഷം എൻ്റെ ശിഷ്യന്മാർ ധാരാളം ഉണ്ടെങ്കിലും അവരും ധാരാളം ചിത്രങ്ങളെല്ലാം ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രത്തിൽ കൂടെ അതിൽ കൂടെ എൻ്റെ ശിഷ്യന്മാർ 4 പേര് തന്നെ ഇതിൽ കൂടെ ചിത്രങ്ങളെല്ലാം വച്ചിട്ടുണ്ട്. ഒന്ന് മിനി രതീഷ്, സതീഷ്, ജോയ് സാറ്, ഷുബുരാജ്, അനിൽ ബ്ലാങ്കാല ഇവരെല്ലാം ഈ മണൽ ചിത്രങ്ങളെല്ലാം ചെയ്യുന്ന ആളുകളാണ്. അവരും ഇതിലോട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തു വരികയാണ്. ഇപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ എനിക്കിത് തൽക്കാലം പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. ഇങ്ങനൊരു ചിത്രം ഉണ്ടെന്നോ മണലിൽ ചിത്രം ചെയ്യാമെന്നോ ഒരു അറിവ് നേരത്തെ ഇല്ലായിരുന്നു. പത്രത്തിൽ കൂടെയോ വേറെ ഒന്നും എനിക്കിതൊരു അറിവ് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ഇത്രയും പഠിച്ച് വന്നപ്പോൾ ആ ചിത്രങ്ങളെല്ലാം ഇപ്പോൾ വരയ്ക്കാൻ എളുപ്പ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് മനസ്സിലായി. കാരണം അന്ന് പറഞ്ഞു തരാൻ എനിക്ക് ആളില്ലെങ്കിലും ഇന്ന് ഇവർക്ക് അതിനെല്ലാം പറഞ്ഞു കൊടുക്കാനെ കൊണ്ട് എന്നെ കൊണ്ട് കഴിയും. കുറേ അധികം കാലമായി ഞാൻ സാറിനെ പരിചയപ്പെട്ടിട്ട് അന്ന് തൊട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രരചനാ രീതി എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മണൽ കൊണ്ട് ഒരു ഓയിൽ പെയിൻറ്റിങ് പോലെ തന്നെ ഒരു പോർട്രേറ്റ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ രചിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ആ മണലിൻ്റെ കളക്ഷൻ ഉൾപ്പെടെ വളരെ ഗഹനമായ കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഈ ചിത്രരചന സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കണ്ടപ്പോഴാണ് കുറച്ച് അധികം പ്രായമുണ്ട്, സാറിനൊരു 80 വയസ്സോളം പ്രായമാവുന്നു. അപ്പോൾ ആ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിത്രരചനാ രീതി എന്ന് പറയുന്നത് പുതിയ കാലത്തിലെ ചിത്രകാരന്മാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്, അതിനെ നമ്മൾ പിന്തുടരേണ്ടതാണെന്നാണ് എനിക്ക് അന്ന് തോന്നിയത്. അതിനോടനുബന്ധിച്ചാണ് ഒരു 10 വർഷത്തിന് മുമ്പ് തൊട്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ഈ മണൽ ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ സാറിൻ്റെ ചിത്രരചന രീതികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതിൽ വലിയ വലിയ ചിത്രങ്ങളിലേക്ക് പോകാനുമുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾ 3-4 പേരുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ക്ലോസ് ആയിട്ട് നിന്ന് ചിത്രങ്ങൾ വരയ്ക്കുന്നവർ. അപ്പം ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എങ്ങും എത്തിയിട്ട് ഉണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ സാറിൻ്റെ ശിഷ്യരെന്നറിയപ്പെടാൻ യോഗ്യരായി തീരാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും. ഒരു പക്ഷേ ലോകത്ത് തന്നെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു കലാരൂപമാണിത്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ മണലിനെ തൻ്റെ മാധ്യമമായി സ്വീകരിച്ച അദ്ദേഹം പതിറ്റാണ്ടുകൾ നീണ്ട പരീക്ഷണങ്ങളിലൂടെയാണ് ഈ കലയെ ഇന്നത്തെ ഔന്നത്യത്തിൽ എത്തിച്ചത്. ഇതിനായി അദ്ദേഹം ഉപയോഗിക്കുന്നത് കൃത്രിമ നിറങ്ങളല്ല, മറിച്ച് ഭാരതത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഹിമാലയ സാനുക്കൾ മുതൽ കന്യാകുമാരി തീരം വരെ സഞ്ചരിച്ച് അദ്ദേഹം സ്വയം ശേഖരിച്ച
വ്യത്യസ്ത നിറങ്ങളിലുള്ള മണൽത്തരികളാണ്. ഇതൊരു മഹാത്ഭുതമായി എനിക്ക് തോന്നുന്നു. കാരണം ഈ മണൽത്തരികൾ അതിൽ പശ കൊണ്ടായിരിക്കാം അതിൽ ഒട്ടിച്ചിരിക്കും. ഇതൊക്കെ ഒട്ടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഓരോ ചിത്രത്തിനും അതിൻ്റേതായ ഭാവം, അതിൻ്റെ ഉണ്ടാകുന്ന ചലനങ്ങൾ, മൂവ്മെൻറ്റ്സ്, ഇത് പിന്നെ അതിൻ്റേതായ കണക്കുകളുണ്ട്. ഓരോന്നിനും നമുക്കറിയാം ഇത്ര രീതിയിൽ. പിന്നെ കളറിൻ്റെ കോമ്പിനേഷൻസ്, ഇതെല്ലാം നമുക്ക് അതിമനോഹരമായിട്ട് ആസ്വദിക്കത്തക്ക രീതിയിൽ ബൃഹത്തായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ സന്തോഷം തോന്നി. ഒരുപാട് ചിത്രങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം കാണാനും ആസ്വദിക്കാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചു. വളരെ സന്തോഷം തോന്നുന്നു. ഓരോ നിറങ്ങൾക്കും ആവശ്യമുള്ള മണലുകൾ അദ്ദേഹം ഇന്ത്യയിലുടനീളം നടന്ന് ശേഖരിച്ച് അത് സ്വന്തം ശേഖരത്തിൽ വെച്ച് ആവശ്യമുള്ള സ്ഥലത്ത് അതിന് അനുകൂലമായ നിറങ്ങളുള്ള മണലുകളെടുത്ത് ഗം പുരട്ടി ഒട്ടിച്ച് തയ്യാറാക്കുന്ന ഒരു ചിത്രരചന രീതിയാണ് ശ്രീ നേമം കൃഷ്ണൻ നായർ അവലംബിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ നാം ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഈ മണൽ ചിത്രങ്ങളുടെ ഒരു ഉപജ്ഞാതാവ് കൂടിയാണ് ശ്രീ നേമം കൃഷ്ണൻ നായർ. അദ്ദേഹം വളരെ വൈദഗ്ധ്യമായിട്ട് ചിത്രകല പഠിച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു ശൈലിയായിട്ട് സ്വീകരിച്ചുകൊണ്ടുള്ള ചിത്രരചനയാണ് ഈ മണൽ ചിത്രങ്ങളുടെ ഒരു ശേഖരം നമ്മളോട് സംസാരിക്കുന്നത്. അതിവിദഗ്ധമായ കരവിരുതും ഭാവന വ്യക്തിത്വവും ഇതെല്ലാം കൊണ്ട് തീർത്ത ഈ ചിത്രങ്ങൾ പ്രേക്ഷകരെ വളരെയധികം ആകർഷിക്കുന്നുണ്ട്. ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി അംഗീകാരങ്ങൾ നേടിയ ഈ കലാകാരന്റെ ചിത്രങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. പ്രകൃതിയും കലയും ഒത്തുചേരുന്ന ആ അപൂർവ ദൃശ്യാനുഭവം. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീരംഗനാഥ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീശൈലത്തെ ക്ഷേത്രത്തിൽ എല്ലാം നാം കാണുന്ന ശില്പങ്ങൾ ഏത് ഉജ്ജ്വല കലാസൃഷ്ടിയെയും പിന്നിലാക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് നടരാജ ശില്പങ്ങളെ പറ്റി ആലോചിക്കാം. ഏത് അത് ശിവപുരിയിലെ നടരാജനാണെങ്കിലും മീനാക്ഷി ക്ഷേത്രത്തിലെ നടരാജനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തഞ്ചാവൂരിലെ ആർട്ട് ഗാലറിയിൽ സരസ്വതി മഹൽ കാണുന്ന ആ നടരാജ ശില്പങ്ങളാണെങ്കിലും ലോകോത്തര ഏത് കലാസൃഷ്ടിയുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. മൈക്കലാഞ്ചലോയുടെ അല്ലെങ്കിൽ ഡാവിഞ്ചിയുടെ അനശ്വരങ്ങളായ കലാസൃഷ്ടികൾ നിസ്സാരങ്ങളാണ് എന്നല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അവയുടെയൊക്കെ വൈശിഷ്ട്യവും അവ മനുഷ്യരുടെ സൗന്ദര്യ ബോധത്തിന് നൽകിയ മഹത്തായ സംഭാവനയെക്കുറിച്ചും നമുക്കൊക്കെ എന്നും ഓർക്കാൻ സാധിക്കും, കൃതജ്ഞതയോടെ മാത്രം. പക്ഷേ അവയ്ക്കൊപ്പം നമ്മുടെ നടരാജ ശില്പങ്ങളെ ഒരു റോഡിനെ പോലെയുള്ളൊരു പാശ്ചാത്യ ശില്പി താരതമ്യപ്പെടുത്തുന്നുവെങ്കിൽ അത് വെറും യാദൃച്ഛികമല്ല എന്ന് നമ്മൾ ഓർക്കണം. ശ്രീ കൃഷ്ണൻ നായരുടെ, നേമം കൃഷ്ണൻ നായരുടെ ചിത്രങ്ങളെ ദയവായി അതുകൊണ്ട് ക്രാഫ്റ്റ് എന്ന വിശേഷണത്തിൽ മാറ്റി നിർത്തരുത് എന്നാണ് എനിക്ക് ആദ്യമായി അപേക്ഷിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് അദ്ദേഹം വരപ്പിച്ച ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ആ ചിത്ര ശൈലിയുടെ സൗന്ദര്യം ആവാഹിക്കുന്ന അതിഗംഭീരമായ ഒരു മണൽ ചിത്രം എനിക്കിവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അത് ശ്രീകൃഷ്ണൻ്റെ ഗീതോപദേശമാണ്. ഏതാണ്ട് സമാനമായൊരു ചിത്രം, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് പത്മനാഭപുരം കൊട്ടാരത്തിൽ ഈ പറയുന്ന അവിടുത്തെ ഉപ്പരിക മാളികയുടെ അല്ലെങ്കിൽ ഉപരിക മാളികയുടെ സമീപത്തുള്ള
മാളികയിൽ വെച്ചിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് ആ ചിത്രവും ഈ ചിത്രവും തമ്മിൽ താരതമ്യപ്പെടുത്തുകയായിരുന്നു. എന്നെ അമ്പരപ്പിച്ചിട്ടുള്ളത് ഇതിൽ നേമകൃഷ്ണൻ സാറ് പല തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പുകളുണ്ട്, പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ ആശ്രയിച്ചിട്ട് വരച്ചതുണ്ട്, പോർട്രേറ്റുകളുണ്ട്. അതിൽ ഈ ഓരോ ലെയറിലും ഇപ്പോൾ കാട്ടൂർ സാറും ശശിഭൂഷൺ സാറും ഒക്കെ പറഞ്ഞതുപോലെ ഓരോ ലെയറിലും കൊടുത്തിരിക്കുന്ന നിറങ്ങളുടെ ആ ഒരു ലയം അത് അത്ര എളുപ്പമല്ല. ഇപ്പോൾ ലെനിൻ്റെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ താടിയൊക്കെ വരയ്ക്കുമ്പോൾ അതിലുള്ള ലയം, അത് ഓരോ നിറങ്ങളും അതിൻ്റെ ഡെപ്ത് കൊടുത്തിരിക്കുന്നത് അത് അസാമാന്യമായ ക്രാഫ്റ്റും ക്രിയേഷനും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ക്രാഫ്റ്റ് നേരത്തെ ശശിഭൂഷൺ സാർ പറഞ്ഞതാണ്. പക്ഷേ എങ്കിലും ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ചിത്രകലയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും താഴെയല്ല. ഇപ്പോൾ മൈക്കലാഞ്ചലോ പിയാത്തയെ ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ കൈകളിലെ ഓരോ ധമനികളും അല്ലെങ്കിൽ മുഖത്തിൻ്റെ എക്സ്പ്രഷനും കണ്ണിൻ്റെ ചെയ്തിരിക്കുന്നതും കൊത്തിയെടുത്തിരിക്കുന്നതും അതിലൊക്കെ അപാരമായ ക്രാഫ്റ്റ് ഇല്ലാതെ പറ്റില്ല, ക്രിയേഷൻ കൊണ്ട് മാത്രം നടക്കില്ല. അപ്പോൾ ഇതിനകത്ത് ക്രിയേഷനും ക്രാഫ്റ്റും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പെട്ടെന്ന് കയ്യിൽ വഴങ്ങാത്ത നിറങ്ങൾ കൊണ്ട് ഈ ചിത്രത്തെ 3 ഡയമെൻഷനലായി മോൾഡ് ചെയ്തെടുക്കേണ്ടതിനെ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ലയിപ്പിക്കേണ്ടതിന് അപാരമായ ഒരു ക്രാഫ്റ്റോടുകൂടി, കരവിരുതോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപാരമായ ക്രാഫ്റ്റാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്.